സ്നേഹം നിറഞ്ഞ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നാം ഇവിടെ ആരംഭിക്കുകയാണ്. നാം ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള പള്ളിക്കുന്ന് എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നത്ത് ശ്രീ ജലദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അതിസുന്ദരമായ പുണ്യഭൂമി തന്നെയാണ് ഇവിടെ. ഒരു പോസിറ്റീവ് എനർജി ഇവിടെ സത്യമായും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇവിടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളൂ. ഇവിടുത്തെ ദേശവാസികളുടെ പ്രയത്നം കൊണ്ടും ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളുടെ പ്രയത്നം കൊണ്ടുമാണ് ഈ ക്ഷേത്രം ഇന്ന് ഈ നിലയിൽ എത്തിക്കുവാൻ അവർക്ക് സാധിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ പോലും ഇതിനു വേണ്ടി ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കൂടി നടക്കാൻ തീരുമാനിച്ചു. ധാരാളം ആൾക്കാർ ആ ക്ഷേത്രത്തിലേക്ക് വരുന്നത് കാണാം. ക്ഷേത്രത്തിന് ചുറ്റും ഞാൻ കണ്ണോടിച്ചു നോക്കുകയാണ്. അവിടെ വലിയൊരു തടാകം പോലുള്ള വലിയൊരു കുളം കാണാം. ഞാൻ ക്ഷേത്രത്തിൻ്റെ കൽപ്പടിയിലേക്കൂടി മെല്ലെ നടക്കാൻ തീരുമാനിച്ചു. ക്ഷേത്രത്തിൻ്റെ ചുറ്റും ധാരാളം പുഷ്പങ്ങൾ കാണാം. ഞാൻ ക്ഷേത്രത്തിൻ്റെ അധികാരികളോട് ചോദിച്ചു, ഈ ക്ഷേത്രത്തിൽ എന്താണ് ഇങ്ങനെ ഒരുപാട് പുഷ്പങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇത് ഭഗവതിയുടെ പൂങ്കാവനമാണെന്ന്. സത്യത്തിൽ ഭഗവതിയുടെ പൂങ്കാവനം തന്നെയാണ്. ധാരാളം പുഷ്പങ്ങൾ അവിടെ വിരിഞ്ഞിരിക്കുന്നത് കാണാം. സാക്ഷാൽ ഭഗവതിയുടെ പൂങ്കാവനം തന്നെയാണ് ഇവിടെയുള്ളത്. ഭഗവതിയുടെ ഉദ്യാനത്തിൽ ധാരാളം പുഷ്പങ്ങൾ ഇവിടെ വിരിഞ്ഞിരിക്കുന്നത് കാണാം. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ എല്ലാ പുഷ്പങ്ങളും ക്ഷേത്രത്തിലെ പൂജാരി ഇവിടുന്നാണ് ശേഖരിക്കാറ് പതിവ് എന്ന് മനസ്സിലായി. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ എല്ലാ പുഷ്പങ്ങളും ഇവിടെ തന്നെ ഉണ്ട്, അതിൽ ഒരു സംശയവുമില്ല. പൂങ്കാവനം നന്നായി സൂക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ ഭാരവാഹികൾ. ഞാൻ ഈ കൽപ്പടിയിലേക്കൂടി മുന്നോട്ട് നീങ്ങുവാൻ തീരുമാനിച്ചു. മുകളിലേക്ക് നല്ല വർണ്ണങ്ങളുള്ള പുഷ്പങ്ങൾ കാണാം. ധാരാളം ചെക്കിയും അരളിയും പിന്നെ കുറെ തുളസിയുമായി ഞാൻ അവിടെ ചുറ്റും കാണുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ എല്ലാ പുഷ്പങ്ങളും ഇവിടുന്ന് തന്നെയാണ് അവർ ശേഖരിക്കുന്നത്. ഞാൻ ക്ഷേത്രത്തിന് ചുറ്റും ഒന്ന് വീക്ഷിച്ചു നോക്കി. ഈ ദേശത്തുള്ള ഏറ്റവും വലിയ കുളക്കടവാണ് ആ കാണുന്നത്. ഞാൻ മെല്ലെ അവിടത്തേക്ക് നടക്കുവാൻ തീരുമാനിച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്യാനത്തിൽ എല്ലാ പുഷ്പങ്ങളും വിരിഞ്ഞിരുന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് അവിടത്തേക്ക് ധാരാളം പുഷ്പങ്ങൾ അവർ നട്ടുപിടിപ്പിക്കുന്നുമുണ്ട്. ഇതിൻ്റെ ഭാരവാഹികൾക്ക് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പൂങ്കാവനത്തു നിന്ന് മെല്ലെ ഇറങ്ങുവാൻ തീരുമാനിച്ചു. കുറച്ചു സമയം ഞാൻ ഈ കുളക്കടവിലെ കാഴ്ചകൾ കണ്ടു. കുറേ പേർ ആ കുളത്തിലിരുന്ന് കുളിക്കുന്നത് കാണാം. ഞാൻ ആ കാഴ്ചയും കണ്ട് ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് സമയമായി എന്ന് മനസ്സിലാക്കി ഞാൻ മുന്നോട്ടേക്ക് നടക്കാൻ തീരുമാനിച്ചു. ഈ സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദവും അനുഭൂതിയും ലഭിക്കുന്നുണ്ട്. അതീവ സുന്ദരമായ ഒരു പുണ്യഭൂമിയിൽ നാം വന്നു ചേർന്ന ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്കുണ്ടായത്. ആ ക്ഷേത്രത്തിലെ കാഴ്ച കാണാൻ ഞാൻ തീരുമാനിച്ചു. നാം ഇന്ന് പോകുന്നത് ജലദുർഗാദേവിയുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കാണ്. അവിടെയും ഒരു കുളം കാണാം. അത് ഇവിടുത്തെ ശാന്തിമാർക്ക് കുളിക്കുവാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന കുളമാണ് ഈ കുളം. ഇതാണ് സാക്ഷാൽ ജലദുർഗാദേവി വസിക്കുന്ന സ്ഥാനം. എന്നാൽ ജലദുർഗാദേവിയുടെ മുന്നിൽ തന്നെ നമുക്ക് പോയി ആ കാഴ്ച കാണാം. ക്ഷേത്രത്തിലെ പൂജാരി ജലദുർഗാദേവിയുടെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിരുന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നട തുറക്കുന്നിടയിൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾ നമുക്ക് കാണാം എന്ന് തീരുമാനിച്ചു. ക്ഷേത്രത്തിന് ചുറ്റും വലിയൊരു മതിൽ കെട്ടിയിരിക്കുന്നത് കാണാം. അതിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് ഞാൻ നടന്നു നീങ്ങാൻ തീരുമാനിച്ചു. പട്ട് പിരിച്ച പോലെ ക്ഷേത്രത്തിന് ചുറ്റും ജലത്തിൻ്റെ മുകളിൽ പായൽ പിടിച്ചിരിക്കുന്നത് കാണാം. അത് നിത്യവും ഇവിടുത്തെ ക്ഷേത്രഭാരവാഹികൾ ശുദ്ധീകരിച്ച് വൃത്തിയാക്കുന്നതാണ്. ധാരാളം ഗുഹകളുടെ ഉള്ളിലേക്കൂടിയാണ് ഈ തീർത്ഥം വരുന്നതെന്ന്
ക്ഷേത്ര അധികാരി എന്നോട് പറഞ്ഞു. നമുക്ക് ആ ക്ഷേത്ര അധികാരി പറഞ്ഞ ഒരുപാട് ഗുഹയുടെ ദ്വാരങ്ങൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം. ചെറിയൊരു മലമുകളിൽ നിന്നാണ് ഈ ജലം വരുന്നത്. ആ ജലം വന്ന് ക്ഷേത്രത്തിലെ പൂജാരിമാർ കുളിക്കുന്ന കുളത്തിലേക്കാണ് ആ ജലം വന്നു ചേരുന്നത്. ആ ക്ഷേത്രക്കുളത്തിൽ നിന്ന് ദേവി വസിക്കുന്ന ഈ തടാകം പോലുള്ള ഈ കുളത്തിലേക്കാണ് വന്നു ചേരുന്നത്. അതിനുശേഷം നാം നേരത്തെ ആദ്യം കണ്ട കുളത്തിലേക്ക് ആ ജലം വന്നു ചേരുന്നു. ശരിക്കും പറഞ്ഞാൽ ദേവിയുടെ തിരുസന്നിധാനത്തേക്ക് എത്തുന്ന ജലം ഫിൽട്ടർ ചെയ്ത് വരുന്നത് പോലെ തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ ക്ഷേത്രത്തിൻ്റെ ഉൾക്കാഴ്ച കാണുവാൻ വേണ്ടി മുന്നോട്ട് നീങ്ങി. അതിസുന്ദരമായ കാഴ്ച തന്നെ. ശ്രീകോവിലിൽ നട തുറക്കാൻ സമയമായി. നമുക്ക് ഇനി ആ കാഴ്ച കാണാം. ഇദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി. ഗോവിന്ദ മംഗളമന എന്ന ഇല്ലത്തെ നമ്പൂതിരിയാണ് അദ്ദേഹം. കൈതപ്പുറം എന്ന ദേശത്താണ് അദ്ദേഹത്തിൻ്റെ ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തോട് കുറച്ചു സമയം കുശലം ചൊല്ലി ഞാൻ മുന്നോട്ട് നടക്കുവാൻ തീരുമാനിച്ചു. ഇല്ലത്തെ നമ്പൂതിരിയാണ് ഇദ്ദേഹം, ജയകൃഷ്ണൻ. കൈതപ്പുറം എന്ന ദേശത്താണ് അദ്ദേഹത്തിൻ്റെ ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തോട് കുറച്ചു സമയം ഞാൻ കുശലം ചോദിച്ചു. ഞാൻ മുന്നോട്ട് നടക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹത്തോട് നല്ല നമസ്കാരം പറഞ്ഞു. ഞാൻ ചുറ്റും ഒന്ന് വീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം കൈതപ്പുറത്ത് എന്ന ദേശത്താണ് അദ്ദേഹത്തിൻ്റെ ഇല്ലം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ കൈതപ്പുറം എന്ന ദേശം പോലും നമ്മൾ അറിയാൻ തുടങ്ങിയ ഒരു വലിയൊരു മനുഷ്യനുണ്ട് അവിടെ. അദ്ദേഹത്തിൻ്റെ പേരോട് കൂടെ അദ്ദേഹത്തിൻ്റെ ദേശത്തിൻ്റെ പേരും കൂടി അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. ധാരാളം സിനിമകൾക്ക് സംഗീതം നൽകിയ ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. പൊതുജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ് ഇവിടെ വലിയൊരു ബോർഡ് വെച്ചത് കാണാം. ഞാൻ അവിടുത്തെ കാഴ്ചകൾ കണ്ടു. ഓരോന്ന് വായിച്ചു നോക്കി ഞാൻ മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു. മറ്റു 2 ക്ഷേത്രങ്ങളുടെ കുളത്തിൽ നിന്ന് വരുന്ന ജലം ഇവിടത്തേക്കാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഈ നേരെ കാണുന്ന ആ ദ്വാരത്തിലേക്കൂടി തന്നെയാണ് ക്ഷേത്രകുളത്തിൽ നിന്ന് വരുന്ന മറ്റു 2 കുളത്തിൽ നിന്ന് വരുന്ന ജലം ഈ കുളത്തിലേക്ക് വരുന്നത് ഈ ദ്വാരത്തിലേക്കൂടിയാണ്. ജലദുർഗ ദേവിയുടെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു ഞാൻ തിരിച്ച് ഷൺമുഖ ക്ഷേത്രത്തിലേക്ക് നടക്കുവാൻ തീരുമാനിച്ചു. ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ആ കൽപ്പടവിലേക്കൂടി ഞാൻ മെല്ലെ മെല്ലെ മുകളിലേക്ക് കയറി. ക്ഷേത്രത്തിൻ്റെ കൽപ്പടികൾ ഞാൻ മുഴുവനായി കയറി ഒന്ന് മുന്നോട്ട് എല്ലാം ഒന്ന് വീക്ഷിച്ചു നോക്കി. അവിടെയാണ് നാഗരാജാവ് വസിക്കുന്ന സ്ഥാനം. ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ദുർഗാദേവി വസിക്കുന്ന ആ ക്ഷേത്രത്തിലേക്ക് ഞാൻ ഒന്ന് കണ്ണോടിച്ചു. എന്നിട്ട് ഞാൻ നാഗരാജാവ് വസിക്കുന്ന ആ സ്ഥലത്തേക്ക് മെല്ലെ നടന്നു നീങ്ങാൻ തീരുമാനിച്ചു. ഇവിടെയാണ് ഭദ്രകാളി ഭഗവതി ഇരിക്കുന്ന സ്ഥാനം. പടിഞ്ഞാറ് മുഖമായി നോക്കിയിട്ടാണ് ഭദ്രകാളി ഇരിക്കുന്നത്. ഇവിടെയാണ് നാഗരാജാവ് വസിക്കുന്ന സ്ഥാനം. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു
ഞാൻ മെല്ലെ മുന്നോട്ട് നടക്കുവാൻ തീരുമാനിച്ചു. എന്നെയും കാത്ത് അവിടെ ക്ഷേത്രാധികാരി നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ പരന്ത് ശ്രീകോവിൽ 3 തവണ വലംവെച്ചു. അതാ പറന്നു പോകുകയാണ്. ശ്രീകോവിൽ വലംവെക്കുന്നത് നാം കണ്ടിരുന്നു. അതിനുശേഷം ശ്രീകൃഷ്ണ പരന്ത് ആ തെങ്ങിൻ്റെ മണ്ടയിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ ആ കാഴ്ച കണ്ട് ഞാൻ മുന്നോട്ട് നടക്കുവാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവിടെ വലിയൊരു ബോർഡ് വെച്ചത് കാണാം. ഈ ജലദുർഗാദേവി ക്ഷേത്രത്തിൽ വലിയൊരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം വരുന്നുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ് ഇവിടുത്തെ ക്ഷേത്രഭാരവാഹികൾ. ഒരു ഷൺമുഖ ക്ഷേത്രം ഈ ദേശത്ത് ഇത്രയും വലുതായി ആദ്യമായിട്ടാണ് ഈ ദുർഗാക്ഷേത്രത്തിൽ വരുന്നത്. ആ ഷൺമുഖ ക്ഷേത്രത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ഈ ദേശവാസികളും ഇവിടുത്തെ ഭാരവാഹികളുമാണ് ചെയ്യുന്നത്. ഈ ഷൺമുഖ ക്ഷേത്രത്തിന് വേണ്ടി ആർക്കു വേണ്ടിയെങ്കിലും ധനസഹായം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാൽ ഈ നവീകരണ പ്രവർത്തനത്തിൽ നിങ്ങൾക്കും പങ്കുചേരാവുന്നതാണ്. വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഓരോ കുടുംബത്തിലും അതിൻ്റെ അനുഗ്രഹം വന്ന് ചേരുക തന്നെ ചെയ്യും. അതിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ ശ്രീകോവിലിൻ്റെ നട തുറക്കാൻ സമയമായി. ഞാൻ അവിടത്തേക്ക് മെല്ലെ നടക്കാൻ തീരുമാനിച്ചു. നേരെ കാണുന്ന ആ റോട്ടിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. പള്ളിക്കുന്ന്. ഇത് പുതിയൊരു ദേശത്തേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ ശ്രീകോവിലിലെ നട തുറക്കുന്നത് കാണാൻ വേണ്ടി മുന്നോട്ട് നടക്കുവാൻ തീരുമാനിച്ചു. ക്ഷേത്ര നട തുറക്കുവാൻ സമയമായി. നമുക്ക് ഇവിടുത്തെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറയാനുണ്ട്. ക്ഷേത്രവും ക്ഷേത്രത്തിന് ചുറ്റും വളരെയധികം വൃത്തിയോടുകൂടി ശുദ്ധീകരിച്ച് വെച്ചിരിക്കുന്നത് കാണാം. അത്രത്തോളം അവർ ആ ദുർഗയെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടാവാം അവർ ഇത്രയും ശുദ്ധമായി ഈ ക്ഷേത്രം കൊണ്ടു നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു കൽവിളക്ക് കാണാം. ഞാൻ ആ നടപ്പാതയിലേക്ക് കൂടി മുന്നോട്ട് നടന്നു മെല്ലെ നീങ്ങി. ഇവിടെയാണ് ക്ഷേത്ര ഓഫീസും ക്ഷേത്രത്തിൻ്റെ കൗണ്ടറും പ്രവർത്തിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിന് താല്പര്യമുള്ളവർക്ക് ഈ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മാത്രം മതി. അവർ അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു സുവർണാവസരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പൂർവികന്മാരുടെ നല്ല പ്രവൃത്തി കാരണമാണ്. നിങ്ങളുടെ വരും തലമുറക്കും ഇതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്. ക്ഷേത്ര നിർമ്മാണത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളും ഇവിടെ ആവശ്യവുമാണ്. ഓരോ വ്യക്തിയിൽ നിന്നും ഓരോ തുണ്ടു നാണയമായാൽ പോലും അത് ആ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്കും ആ ദേശത്തിൻ്റെ ഉയർച്ചയ്ക്കും ഗുണം ചെയ്യും എന്ന് നിങ്ങൾ ഓർത്താൽ നല്ലത്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഓരോ വ്യക്തികൾക്കുമാണ് ആ ഐശ്വര്യം വന്നു ചേരുന്നത് എന്ന് ഓർത്താൽ നല്ലത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സുവർണാവസരമാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ പങ്കെടുക്കുക എന്നുള്ളത്. പൂർവികന്മാർ നമുക്ക് തന്ന സമ്പാദ്യം കൊണ്ടാണ് ഇന്ന് നാം ഓരോ ക്ഷേത്രത്തിൻ്റെ മുന്നിലും നമ്മുടെ സങ്കടങ്ങളും പരാതികളും പറയാൻ നമുക്ക് എത്തുവാൻ സാധിച്ചത്. അതുപോലെ ഇനി ഭാവി തലമുറകൾക്കും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ഓരോ നന്മ മരങ്ങളും ഇനിയും
ജന്മമെടുക്കേണ്ടതായി വരും. ഇനിയും പുതിയ തലമുറയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ അമൂല്യമായ നിധിയാണ് ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവൃത്തിയിലും ഇങ്ങനെയുള്ള ആത്മീയ പ്രവൃത്തിയിലും നിങ്ങൾ ഏർപ്പെടുക എന്നുള്ളത്. ക്ഷേത്രത്തിലെ നിങ്ങൾക്ക് ആവശ്യമായ പൂജയുടെ വിശേഷ വിവരങ്ങൾ ഇതാ ഈ ബോർഡിൽ കാണാം. ഞാൻ ആ കാഴ്ചയും കണ്ട് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്കൂടി നടക്കുവാൻ തീരുമാനിച്ചു. ക്ഷേത്രത്തിൻ്റെ അധികാരികളിൽ ഒരാളായ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയോട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്ന് കരുതി. അദ്ദേഹം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അതീവ സുന്ദരമായ കാഴ്ചകൾ കണ്ടു ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് മറ്റു വിശേഷ വിവരങ്ങൾ മനസ്സിലാക്കാൻ തീരുമാനിച്ചു. സെക്രട്ടറിയായ രാജൻ ചേട്ടനിൽ നിന്ന് നമുക്ക് ഈ ക്ഷേത്ര വിശേഷ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്തേ. എന്താ പേര്? എൻ്റെ പേര് രാജൻ. എവിടെ സ്ഥലം? ഇവിടെ തന്നെ പള്ളിക്കുന്ന് ക്ഷേത്രത്തിൻ്റെ മുമ്പാത്തായിട്ട്. മുമ്പാത്തായിട്ട് വരും അല്ലേ? പിന്നെ എന്താ ചെയ്യുന്നത്? ജോലി എന്താ ചെയ്യുന്നു? ഞാൻ ഒരു മാർക്കറ്റിംഗ് മാനേജറായിട്ട് അടുത്ത് പിരിഞ്ഞാണ്. എവിടെ? പെനാസോണിക്കിൽ. ഇവിടുത്തെ പിന്നെ ജലദുർഗാ ദേവിയുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പം ഇവിടെ ഏതൊക്കെ മൂർത്തികളുണ്ട്? ഇവിടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട മൂർത്തി ആരാ? ഇതിൻ്റെ സങ്കല്പം ഒരു കുടുംബ ക്ഷേത്രമാണ്. അതായത് ശിവൻ, ശിവനാണ്, സുബ്രഹ്മണ്യൻ, അതുപോലെ തന്നെ ഗണപതി, കാളി, മഹാകാളി അല്ലെ? മഹാകാളി, പരമശിവൻ എല്ലാം മേലെ ക്ഷേത്ര സമുച്ചയത്തിലും താഴെ ജലദുർഗീയമായിട്ടുള്ള ഒരു കുടുംബ സമുച്ചയമായിട്ടുള്ള ക്ഷേത്രമാണ്. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്താ? ഇവിടുത്തെ ജലദുർഗയാണ് മെയിൻ പ്രതിഷ്ഠ അല്ലേ? ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇപ്പൊ രണ്ടാമത്തെ ജലദുർഗ ഇവിടെ വരുന്നത് അല്ലേ? ഒന്ന് നമ്മളെ തൃച്ചംബരത്തുണ്ടല്ലോ. തൃച്ചംബരത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തൊരു ജലദുർഗയും കൂടിയുണ്ട്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അപ്പം അത് കുന്നത്തെ അല്ലേ? ഇത് ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ജലദുർഗയല്ല. ഇത് സ്വയംഭൂവായിട്ട് വന്ന ജലദുർഗയാണ് അല്ലേ? വർഷങ്ങളായി കാട് പിടിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു. ജലദുർഗ സ്വയംഭൂവായിട്ട് വന്ന ജലദുർഗ ക്ഷേത്രമാണ്. മണ്ണിൻ്റെ അടിയിലേക്കൂടെ വെള്ളം കണ്ടതാണല്ലോ. ഇത് ഇത്രയും ഒരു ഇതായിട്ടുള്ള ഒരു ക്ഷേത്രം ഉണ്ടോ എന്ന് തന്നെ പോലും പലരും ഇവിടെ സംശയം പ്രകടിപ്പിച്ചു. പല നോർത്തിൽ നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ ഇതിനിടെ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നൊരു സ്വാമിജി ഇതിനെപ്പറ്റിയൊക്കെ വളരെ അതിശയത്തോടു കൂടിയാണ് പറഞ്ഞത് അല്ലേ? അവിടെ അതിനോടനുബന്ധിച്ച് ഒരു കുളം കണ്ടല്ലോ, ആ കുളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ആകെ വളരെ ദയനീയമായി എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജലസംരക്ഷണ സ്കീമിൽപ്പെടുത്തി ഏതാണ്ട് ഒരു 1.5 കോടി രൂപയോളം ചെലവഴിച്ചാണ് കുളം ഇപ്പോൾ. അപ്പോൾ ആ ക്ഷേത്രം എല്ലാം വികസിച്ചതോടുകൂടി ജലദുർഗയിലും സ്വാഭാവികമായിട്ട് അതിൻ്റെ ചൈതന്യം വർധനമുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതുണ്ടാവുമല്ലോ, അതിൻ്റെ നെഗറ്റീവ് ഇത് പോയി. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. പല സ്ഥലത്തു നിന്നും ജ്യോത്സ്യന്മാരും അവർ ഇവരൊക്കെ. അതിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, പണ്ടൊക്കെ എന്ന് വെച്ചാൽ കാട് പിടിച്ച പോലെ തന്നെ ആയിരുന്നു ഉണ്ടായത്. പക്ഷെ നിങ്ങൾ ഈ ദേശത്തുള്ള കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ടാണ് ഇന്ന് ഈ നിലയിൽ എത്തിച്ചുകൊണ്ടുവന്നത്. ഇദ്ദേഹമൊക്കെ അതിൽ ഉള്ള ഒരു കുടുംബപരമായിട്ട് തന്നെ ഈ ക്ഷേത്രമായിട്ട് ബന്ധമുള്ള അല്ല, അതാ പറഞ്ഞത്. പണ്ടത്തെ ക്ഷേത്രവും ഇപ്പോഴത്തെ ക്ഷേത്രവും കണ്ടു കഴിഞ്ഞാൽ അതിശയപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ കുളമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ പോലെയായിരുന്നു. അതൊക്കെ നിങ്ങളെ പ്രയത്നം എത്രത്തോളം ഉണ്ടെന്ന് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ദേശത്തെ ക്ഷേത്രത്തിൻ്റെ ഉയർച്ച കണ്ടാൽ മനസ്സിലാവും ആ ദേശത്തെ ഉയർച്ചയും. ഒരു ദേശത്തെ ക്ഷേത്രത്തിൻ്റെ തകർച്ച കണ്ടാൽ മനസ്സിലാവും ആ ദേശത്തെ എത്രത്തോളം അവിടുത്തെ ജനങ്ങളതും അവിടുത്തെ ക്ഷേത്രത്തിൻ്റെയും തകർച്ച എത്രത്തോളം ഉണ്ടെന്ന്. അതുകൊണ്ട് ഇവിടുത്തെ ദേശത്ത് അഭിവൃദ്ധിയും ഐശ്വര്യവും ഈ ജലദുർഗാദേവീൻ്റെ അനുഗ്രഹം തന്നെയാണെന്ന് ഒരു സംശയം വേണ്ട. പിന്നെ രണ്ടാമത്,
ഈ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം എത്ര പറയുന്നു? ഇവിടെ നമ്മുടെ ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായരുടെ ഒരു ലേഖനത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ചെറുക്കൽ തമ്പുരാൻ, നമ്മുടെ ഇതിന്റെ ട്രസ്റ്റി, പാരമ്പര്യ ട്രസ്റ്റിയാണ് അദ്ദേഹം. അവർ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തത് 1000 വർഷത്തിന് ചുരുങ്ങിയത് പഴക്കമുണ്ടാവും. പക്ഷെ അതിന്റെ റെക്കോർഡുകളെല്ലാം കുറെയെല്ലാം പോയിട്ട് കുറച്ചെല്ലാം കിട്ടിയിട്ടുണ്ട്. വലിയ രാജാവ്. അപ്പോൾ പിന്നെ ഏതാണ്ട് 1000 വർഷം ചുരുങ്ങിയതിന് പഴക്കമുണ്ട്. ഇത്രയും ക്ഷേത്രം പഴക്കമുള്ള ക്ഷേത്രം നമ്മുടെ പരിസരത്ത് വളരെ കുറവായിട്ട് മാത്രമേ ഉണ്ടാവൂ. എന്നാൽ ഇതൊരു മൂഷിക രാജവംശം എന്ന് പറഞ്ഞ രാജവംശം കൂടി ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. ആ രാജവംശം കാലത്തിനനുസരിച്ച് ക്ഷയിക്കപ്പെട്ടു പോയി. അപ്പോൾ കൊളത്തി രാജാവുമായിട്ടുള്ള ഒരു യുദ്ധം, ഇതൊക്കെ പറയുന്നുണ്ട് കാര്യങ്ങൾ. അങ്ങനെ ഇത് ഈ പരിസരത്തുള്ള സ്ഥലത്തിന് പോലും അങ്ങനെ ചില എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞ് പോകുമ്പോൾ ആർപ്പുടിച്ച ഒരു ആർപ്പാന്തോട് എന്ന് പറഞ്ഞ സ്ഥലം അവിടെയുണ്ട്. അങ്ങനെ ഒരുപാട് ഇതിനെ പറ്റിയൊക്കെ, ഈ സ്ഥലത്തിനെ പറ്റിയൊക്കെ ഒരുപാട് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഈ ക്ഷേത്രത്തിന് വലിയ ഒരു ഐശ്വര്യമായ ഒരു കാലഘട്ടം മുമ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും ഇന്നും പണിതീരാതെ കിടക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പണി ഈ മേലെ അത് പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല പല ഭാഗങ്ങളിലും. അങ്ങനെ ഇപ്പോൾ അത് ജലദുർഗ ക്ഷേത്രം നമ്മളിപ്പോൾ താഴെ നമ്മളിപ്പോൾ അതൊക്കെ മാറ്റി അതിൻ്റെ അഷ്ടബന്ധ കലശം കഴിഞ്ഞു, നവീകരിച്ചു, അല്ലാതെ ഈ താഴെയൊക്കെ ചെയ്തു. മേലെ അതിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്രഹ്മണ്യം കോവിലിൻ്റെ പണി ഏതാണ്ട് നമ്മൾ ആരംഭിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ മരവും കല്ലൊക്കെ ഇവിടെ ഏതാണ്ട് ഒരു 75 ലക്ഷം രൂപയുടെ ചെലവ് വരുന്ന ഒരു വലിയ പദ്ധതിയാണ്. അപ്പോഴേക്കാണ് ഈ കോവിഡിൻ്റെ ഒരു പ്രശ്നം വന്നുപോയത്. അങ്ങനെ അത് പെട്ടെന്നൊന്നുമെങ്കിൽ ഇപ്പോൾ വീണ്ടും സജീവമായി അതിൻ്റെ പണിയൊക്കെ നടക്കാനുള്ള ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും ഇത് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആ സുബ്രഹ്മണ്യം കോവിലിൻ്റെ നവീകരണം കൂടെ നടക്കുന്നതോടുകൂടി ഈ പ്രദേശത്ത് തന്നെ ആ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പറയുന്നത് അത് 100% ഉറപ്പാണ്. ജ്യോത്സ്യവിധി പ്രശ്ന ഇന്ത്യയിൽ പറഞ്ഞത് ഇവിടെ ഞങ്ങൾ സ്വർണ്ണ പ്രശ്നമൊക്കെ വെച്ചിട്ടുണ്ട്. ഗിരീഷ മാഷി ഞാൻ കഴിഞ്ഞ മാസം കൂടെ പോയി നോക്കിയപ്പോൾ അപ്പോൾ പ്രശ്ന ഇന്ത്യയിലൊക്കെ കാണുന്നത് ഈ സുബ്രഹ്മണ്യം കോവിലിൻ്റെ നവീകരണം നടക്കുന്നു. നടന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്താകെ നല്ലൊരു മാറ്റം ഉണ്ടാകുന്ന പ്രശ്ന ഇന്ത്യയിൽ തന്നെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഞങ്ങളൊക്കെ വളരെ ഇതായിട്ട് ഇവിടുത്തെ തന്ത്രി എവിടെയില്ല, മലപ്പള്ളിയിലെത്തെയാണ്, എന്താ അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹത്തിന്റെ പിന്നെ മഹേശ്വരൻ നമ്പൂതിരിപ്പാട്, അവരെ അച്ഛനാണ് മഹേശ്വരൻ നമ്പൂതിരിപ്പാട്, മാഷാണ്. പിന്നെ ഇവിടെ അന്നദാനമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അന്നദാനം നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത് മണ്ഡലകാലത്ത് മാത്രം അല്ല, അങ്ങനെ ഉണ്ട്. എല്ലാ ദിവസവും കുറേ ചെയ്യുന്നുണ്ടെങ്കിലും കൂടെ മണ്ഡലകാലത്ത് വിപുലീകരിച്ചൊരു പ്രസാദ സദ്യ ഇവിടെ നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ പിന്നെ ഒരു മണ്ഡലകാലത്തുള്ള ഒരു അയ്യപ്പ ഭജന സമിതി ഇവിടെ വർഷങ്ങളായിട്ട് തന്നെ ഉണ്ട്. ഒരുപാട് വർഷങ്ങളായി ഈ പ്രദേശത്ത് തന്നെ അയ്യപ്പ ഭജന സമിതി ആദ്യം ഫോം ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലാണ്. അങ്ങനെ അതിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രസാദ സദ്യ, മണ്ഡല സദ്യ ഒരു വലിയ ആളുകൾക്ക് അന്ന് ഉച്ചയ്ക്ക് പിന്നെ മണ്ഡലവിളക്ക് ദിവസം ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നവരാത്രിയുടെ 9 ദിവസവും വൈകിട്ട് വരുന്നവർക്കെല്ലാം ഒരു ധാരാളം ജനങ്ങളുണ്ടാവും. നവരാത്രി വലിയൊരു വിശേഷമായിട്ട് ഇപ്പോൾ ഇവിടെ കൊണ്ടാടുന്നുണ്ട്. അതുപോലെ ശിവരാത്രി വലിയ വിശേഷമാണ്. അതുപോലെ കർക്കിടക മാസം ഗണപതി മഹാഗണപതി ഹോമം എല്ലാ ദിവസവും ഒരുപാട് ആളുകൾ, ഒരുപാട് ഭക്തന്മാർ അതിനു വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ മേൽശാന്തി ആരാ? മേൽശാന്തി ജ്യേഷ്ഠൻ നമ്പൂതിരി. ഇപ്പം ജ്യേഷ്ഠൻ നമ്പൂതിരി എവിടെ സ്ഥലം പറഞ്ഞു? ഗോവിന്ദമംഗലം മാതമംഗലത്താണ് അല്ലേ? കാളകാട്ട് ഇല്ലത്തിന് അങ്ങ് പോകുന്ന വഴിക്കാണ് അല്ലേ? പിന്നെ ഇവിടെ വരേണ്ട വഴികളൊന്ന് പറഞ്ഞു തരണം. വഴികൾ കണ്ണൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ പിന്നെ ഇപ്പോൾ ചെർക്കൽ റെയിൽവേ സ്റ്റേഷനാണ് അടുത്ത്. പക്ഷേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വന്ന് പിന്നെ നമ്മുടെ ഹൈവേ വഴി കൃഷ്ണമേനോൻ മെമ്മോറിയൽ കോളേജിന്റെ മുമ്പിലേക്കുള്ള റോഡ് മൂകാംബിക ക്ഷേത്രം ഇറങ്ങി അവിടുന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ താഴെ കൂടി. ഏകദേശം കണ്ണൂരിൽ നിന്ന് എത്ര കിലോമീറ്റർ? കണ്ണൂരിൽ നിന്ന് 4 കിലോമീറ്റർ രാജാസ് സ്കൂളിലേക്ക് പോകുന്ന ഇത് പിന്നെ രാജാസ് സ്കൂൾ വഴി അഴീക്കിലേക്ക് പോകുന്ന റോഡാണ്. മൂകാംബിക അമ്പലത്തിന്റെ ഇവിടെ പിന്നെ കൃഷ്ണമേനോൻ മെമ്മോറിയൽ കോളേജിന്റെ നാഷണൽ ഹൈവേന്ന് കൃഷ്ണമേനോൻ മെമ്മോറിയൽ കോളേജിന്റെ നിന്ന് പടിഞ്ഞാറോട്ടുള്ള റോഡാണ്. ആ റോഡിൽ നിന്ന് ഹൈവേയിൽ നിന്ന് ജസ്റ്റ് 1.5 കിലോമീറ്റർ ഇവിടത്തേക്ക് അല്ലേ? അപ്പം ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിലോ? പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ തളിപ്പറമ്പ് ഹൈവേയിൽ വന്ന് കൃഷ്ണമേനോൻ മെമ്മോറിയൽ കോളേജിന്റെ അവിടെ ഇറങ്ങി പടിഞ്ഞാറുള്ള റോഡ് ഒരു 1.5 കിലോമീറ്റർ. പുതിയ ബസ് സ്റ്റാൻഡ് അല്ല, പഴയ ബസ് സ്റ്റാൻഡ് എന്നല്ലേ അല്ലേ? വരാൻ പറ്റും ഇങ്ങോട്ട്? എല്ലാ 2 ബസ് സ്റ്റാൻഡിൽ വരാൻ പറ്റും അല്ലേ? പിന്നെ ഇവിടെ എത്ര മണിക്കാണ് ജനങ്ങൾ രാവിലെ വന്ന നട തുറക്കുന്നത്? ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 5:30 മണിക്കാണ് തുറക്കുന്നത്. അപ്പോൾ രാവിലെ 10 മണിക്ക് അടക്കാണ്.
അതുപോലെ തന്നെ രാവിലെ പിന്നെ വൈകുന്നേരം പിന്നെ 5:30 മണിക്ക് തുറന്ന് 8 മണിക്ക് 8:30 നട അടയ്ക്കുകയാണ്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ചുരുക്കിയതാണ്. പിന്നെ ഉച്ചപൂജ ഉണ്ടോ? ഉച്ചപൂജ രാവിലത്തെ 10 മണിയുടെ പൂജയോടുകൂടി. എത്ര മണി വരെ? അല്ല, 10 മണിക്ക് ഉച്ചപൂജ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് എത്ര മണിക്ക് തുറക്കും? വൈകിട്ട് 5:30 തുറക്കും. 5 മണിക്ക് 5:30 അല്ലേ? എത്ര മണിക്ക് അടക്കം വന്നിട്ട്? അത് 8:30 നടക്കും അല്ലേ? പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം ഉണ്ടോ? പ്രതിഷ്ഠാ ദിനം ഏപ്രിൽ 2-നാണ് ഇപ്പോൾ. ഏപ്രിൽ 2-നാണ് ഇപ്പോൾ. പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടത്തേക്ക് വരാനുള്ള മാർഗങ്ങളും വഴികളും എല്ലാം ഉള്ളത്. പിന്നെ വേറെന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഐതിഹ്യങ്ങൾ പറയാനുണ്ടോ? ഐതിഹ്യങ്ങൾ വളരെ വർഷങ്ങളായിട്ടുള്ള ക്ഷേത്രം. പിന്നെ നവീകരിക്കപ്പെട്ടത് 85 വരെ ഇത് കാടുമൂടിയൊക്കെ കിടന്ന സ്ഥലമാണ്. നിങ്ങൾ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളല്ലേ? ഞാൻ പിന്നെ അഴീക്കോടാണ്. ഞാൻ 88-ലാണ് ഇവിടെ. അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടോ? 85 ഇവിടെ ഒരു കമ്മിറ്റി എടുത്തു. 85 ഒരു ജനകീയ കമ്മിറ്റി എടുത്തു. ആ കമ്മിറ്റീൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള പണികളൊക്കെ ചെയ്തു. അതിനുശേഷം 2011 മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രം ഏറ്റെടുത്തു. ദേവസ്വം ബോർഡ് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു. അപ്പോൾ ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ ഒരു പിന്നെ ഇവിടെ ക്ഷേത്ര കമ്മിറ്റി ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് അല്ലേ? ഇവിടെ ഞാൻ ഇന്നുവരെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല അത്രയും ഭംഗിയായിട്ടുള്ള പൂങ്കാവനം ഭഗവതിക്കും ഭഗവാനും ഉണ്ടാക്കിയിട്ട് കണ്ടു. അത് ഇവിടെ ഒരു നമ്മുടെ കുളവുമായി ബന്ധപ്പെട്ട് കുന്നാക്കുളത്തിൻ്റെ ദയനീയാവസ്ഥയൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ ആളുകൾ ഒരു വാട്ടർ ബോർഡ്സ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അവരാണ് ആ കുളം സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. മനോജ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാർ കൂടിയാണ്. അതിലൊരു മനോഹരൻ എന്ന് പറഞ്ഞൊരു നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. അവരൊക്കെ കൂടിയാണ് അത്. ഇവിടുത്തെ കുളത്തിൽ നീന്തിയിട്ട് പിന്നെ വേൾഡിലെല്ലാം പോയ ആൾക്കാരിലുണ്ട്. ഏതാണ്ട് 300-ലധികം കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത് ഈ കുളം നവീകരിച്ച ശേഷം അത് ഈ മനോഹരൻ എന്ന് പറഞ്ഞ ആളാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ കല്യാണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മാറാ രോഗങ്ങൾ മാറുന്നുണ്ട് എന്നൊക്കെ പുറത്തുനിന്ന് പറഞ്ഞു കേട്ടി. മാറാരോഗങ്ങളെ സംബന്ധിച്ച് പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരുപാട് ആളുകൾ ഡോക്ടർമാർ പോലും പെൺകുട്ടികൾ കല്യാണം കഴിയാത്ത കുട്ടികളില്ലാത്തവര് അത് ദുർഗയിൽ വന്ന് പ്രാർത്ഥിച്ച് ഒരു നെയ്വിളക്ക് വാങ്ങി ഇവിടുന്ന് കൊണ്ടുവന്ന് അവിടെ കത്തിച്ചിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ വീണ്ടും അവർ നന്നായിട്ടൊക്കെ ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നൊക്കെ കല്യാണം കുട്ടികളൊക്കെ ആയിട്ട് പിന്നെ വീണ്ടും വരുന്ന ഒരു സാഹചര്യം അത് പറഞ്ഞു കേട്ടു. എന്താ വെച്ച് കഴിഞ്ഞാല് ഡോക്ടർമാർ പോലും കൈവിട്ട പല രോഗങ്ങളും ഭഗവതിന്റെ മുന്നിൽ വന്നിട്ട് ഇതിനിടെ ഇതേപോലെ തന്നെ ഒരു പിന്നെ ഇതിന്റെ ചർച്ചയിൽ ഒരു സ്ത്രീ തൊഴുമ്പോഴാണ് ഒരു യൂട്യൂബ് വന്നത്. അപ്പോൾ അവർ കരഞ്ഞ് പറഞ്ഞ് അവരുടെ ഒരു സ്ത്രീ തേനിയായിട്ട് കിടന്ന് ഞാനിവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ വീണ്ടും പിന്നെ റിക്കവറി ആയി വന്ന കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും സത്യത്തിൽ ദുർഗാദേവിയുടെ അടുത്ത് വരുമ്പോൾ നെയ്വിളക്ക് എടുത്തിട്ട് വേണം അവിടെ പോകാൻ അല്ലേ? ഒരു നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ പിന്നെ ഈ വരുന്നവരെല്ലാം നെയ്വിളക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല കാര്യമാണ്. കാരണം രാജരാജേശ്വരിയിലെ ആടിയിരിക്കുന്നത് ദുർഗയായിട്ട് നവദുർഗയിലെ 9 ദുർഗയിലെ ഒരു ദുർഗയാണ്. പിന്നെ വരുന്നവർക്കെല്ലാം ഒരു പോസിറ്റീവ് എനർജി എന്തായാലും ഉണ്ട്. വരുന്നവർ വളരെ ദൂരപ്രദേശത്തൊക്കെ ഈ മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ വരുന്നവർ ഇങ്ങോട്ട് വന്ന് തൊഴുത് പിന്നെ വീണ്ടും അവർ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഈ ബോർഡ് കാണുന്നുള്ളൂ. അത് ശരിക്കും അത് പുറത്ത് എവിടെയെങ്കിലും നമ്മളെ പള്ളിക്കുന്ന് അമ്പലത്തിന്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. വെച്ചിട്ട് അത് ഇപ്പൊ ഹൈവേയുടെ അതാണ് അതല്ലേ? അല്ല, ഈ റോഡ് മെയിൻ്റെനൻസ് നടത്തായിരുന്നു. അങ്ങനെ എടുത്തും പറ്റും. അങ്ങനെ ബോർഡുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ വലിയ ഉപകാരമായിരിക്കും. നിങ്ങളെ ഷൺമുഖ ക്ഷേത്രത്തിന്റെ പണി അതിവേഗം തന്നെ പൂർത്തിയാവട്ടെ. അതിനുള്ള ജനങ്ങളും നാട്ടുകാരും പുറമേയുള്ള ജനങ്ങളും നിങ്ങൾക്ക് അതിനുള്ള സഹായങ്ങൾ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഭഗവതി ഇവിടെ ഒരു അന്നദാനശാല കൊണ്ടുവരും കുറച്ച് കഴിയുമ്പോൾ. ആ അന്നദാനശാല അന്നദാനം കൊടുക്കാനുള്ളൊരു വഴിയും ഇവിടെ ഉണ്ടാവട്ടെ. പണ്ടൊക്കെ ഇവിടെ കൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഭംഗിയായിട്ട് വരട്ടെ. നിങ്ങളിപ്പോൾ ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയൊന്നുമില്ല. അത് കണ്ടവർക്ക് അത് മനസ്സിലാവും. പിന്നെ കാണേണ്ടവർക്ക് ഭഗവതിയെ ഇവിടെ നേരിട്ട് വന്ന് കണ്ടാലേ ആ ചൈതന്യത്തെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഈ യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മൾ കണ്ടാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് മനസ്സിലാവില്ല.
അതിന്റെ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വന്ന് കണ്ടേ മതി. ഞാൻ എല്ലാവരോടും പറയുന്നത് തന്നെ ഇതൊന്ന് വന്ന് കാണണം. ജലദുർഗയെ വന്ന് കണ്ടുകൊണ്ട് ഈ മേലെ ക്ഷേത്ര സംശയത്തിൽ കയറി തൊഴുതാൽ മാത്രമേ അതിന്റെ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ എത്രത്തോളം അത് കണ്ടിട്ടാണെന്ന് പറയുന്നു എന്നുള്ളത്. അല്ല നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആരും പറയിപ്പിക്കുന്നില്ല. നമ്മളിപ്പോൾ നിങ്ങൾ ആരും പറയിപ്പിച്ചോന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ അത്രയും പോസിറ്റീവ് ഞങ്ങളുടെ കൂടെയുള്ള ആളുകളെല്ലാം ഇദ്ദേഹമൊക്കെ വളരെ ചെറുപ്പത്തിലെ നമ്മുടെ പിന്നെ ഇവിടുത്തെ അയ്യഭോജന സമിതി ആളുകൾ ചെറുപ്പത്തിലെ ഇവിടെ ജനിച്ചു വളർന്നത് മുതലേ ഇവിടെ തന്നെയാണ്. അവരൊക്കെ ഇതിനോട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അത് നമ്മൾ പിന്നെ നമുക്ക് ആ ജീവിതത്തിലെ ഗുണമുണ്ടായിട്ടുണ്ട്. നിങ്ങളിലെത്തിക്കുന്ന ജി വിശ്വരക്ഷകൻ എന്ന ചാനൽ, ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം. ഇത്തരം ചാനലുകൾ നമ്മുടെ ഭാരതത്തിൻ്റെയും ആർഷഭാരത സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കും. തീർച്ചയായും നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ വലിയൊരു മാറ്റങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഇതൊന്നും ഇപ്പോൾ പഴയ ക്ഷേത്രങ്ങളൊന്നും ആരും വരാറില്ല. പക്ഷേ ഇന്ന് പഴയ ക്ഷേത്രങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ചാനലുകളും ഇത്തരത്തിലുള്ള പുതിയ തലമുറയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. കണ്ണൂർ ജില്ലയിലുള്ള പള്ളിക്കുന്ന് ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ജലദുർഗ ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ പ്രവർത്തനം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് തന്നെയാണ്. ഇവിടുത്തെ
വികസനത്തിന് വേണ്ടി ഇവിടുത്തെ ദേശവാസികളുടെ പ്രവർത്തനമാണ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചത്. കുന്നാവ് ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ അരിയാൽ മരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ഷേത്രവുമായി കാഴ്ചകൾ കാണും വരെ സ്നേഹപൂർവം ആചാര്യൻ ശ്രീ അഘോരി ബാബാജി. சிவன் என்ன நின்றாய் போற்றி, எரிசுடராய் நின்ற இறைவா போற்றி, புல்லார் மழுவாட்படையா